ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തലശ്ശേരി സ്പെഷ്യലായ കോഴിക്കാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പീസ് കപ്പ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ പീസസായി മുറിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക്, 2 ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിനെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്കൊരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല ദോശമാവിൻ്റെയൊക്കെ ആ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുറിച്ച് മാറ്റി വെച്ച കപ്പയുടെ പീസസ് ഇട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാറ്റിവെച്ച കപ്പയുടെ ആ പീസ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴൊരു കോഴിക്കാലിൻ്റെ ഷേപ്പ് കിട്ടും. ഒരു സൈഡ് നന്നായി ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോഴിക്കാൽ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.